നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിലൂടെയും വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യ യാത്ര പ്രകൃതി രമണീയതയ്ക്കും കാർഷിക പാരമ്പര്യത്തിനും സാംസ്കാരിക തനിമയ്ക്കും പേരുകേട്ട പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിലൂടെയാണ്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നെന്മാറയിൽ വലിയ വികസന കുതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊരു പ്രദേശത്തിന്റെയും പുരോഗതിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഊർജം പകരുന്ന നിരവധി ഗതാഗത വികസന പദ്ധതികളാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ എടുത്തു നോക്കിയാൽ 30 കോടി, 60 കോടി, 100 കോടി എന്ന രൂപത്തിലേക്കാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത മേഖലയ്ക്ക് വലിയ പുരോഗതി ഉണ്ടാക്കിയത്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നതാണ് കൊടുവായൂർ ബൈപ്പാസ്. യഥാർത്ഥത്തിൽ അത് തുടക്കം കുറിക്കാൻ 15 കോടിയാണ് ബഡ്ജറ്റിനകത്ത് വകയിരുത്തിക്കൊണ്ടാണെങ്കിലും ഇപ്പോൾ അത് 32 കോടി രൂപയുടെ വകയിരുത്തപ്പെട്ട ഒരു വലിയ പദ്ധതിയാണ് കിഫ്ബിയിൽ കൊടുവായൂർ ബൈപ്പാസ്. ആ കൊടുവായൂർ ബൈപ്പാസിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ കറൻറ്റ് സ്ഥിതി എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് അക്വിസേഷന് വേണ്ടിയുള്ള പോകുകയാണ്. അടിയന്തരമായി ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകുവാനും വർക്ക് നിയർ ഹോം ആശയം പ്രോത്സാഹിപ്പിക്കുവാനുമായി കിഫ്ബി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഗതാഗതം, വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, കാർഷികം തുടങ്ങി വിവിധ മേഖലകളിൽ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പിലാക്കിയ ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമസ്കാരം. ഞാൻ കെ ബാബു, പാലക്കാട് നെന്മാറ നിയോജകമണ്ഡലം MLA. ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയാവുന്ന കിഫ്ബി മോഡൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. 1999 കിഫ്ബി മാതൃകാപരമായി രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിലും അതൊന്ന് പൊടിതട്ടിയെടുക്കാൻ കഴിഞ്ഞത് പിണറായി സർക്കാരിലുണ്ടായിരുന്ന ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്. ഒരുപക്ഷെ വലിയ ആശങ്കയാണ് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഇത് വായ്പ എടുക്കുന്നതല്ലേ, എങ്ങനെ തിരിച്ചടക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതിലേക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ 60,000 കോടി രൂപയുടെ വികസന മോഡലാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ഫണ്ടും അതിനുശേഷം ഇത് തിരിച്ചടവും ഒരു പ്രയാസമുണ്ടാകുമോ? ഒരു പ്രയാസം ഉണ്ടാവില്ല. സ്വാഭാവികമായും ഇന്ധനത്തിൽ നമുക്ക് ലഭിക്കുന്ന സെസ്സായിട്ടോ അല്ലെങ്കിൽ ടാക്സായിട്ട് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം 25 വർഷത്തിലേക്ക് നാം തിരിച്ചടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എടുക്കുന്ന വായ്പയും പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും തിരിച്ചടവും കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇതിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായി ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെയോ അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലും കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ വൻകിട പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്.
അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള വിദ്യാഭ്യാസ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. 5,40,00,000 ചെലവഴിച്ച് നെന്മാറ നിയോജകമണ്ഡലത്തിൽ നെന്മാറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടവും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് അവിടെ ക്ലാസ് നടക്കുകയാണ്. മറ്റൊന്ന്, അന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് മറ്റൊരു മാതൃകയാക്കിയതാണ്. ഇനി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ മോഡൽ ഈ കേരളത്തിൽ ഉണ്ടാവണം എന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 45,000-ലധികം വരുന്ന ക്ലാസ് റൂം ഒറ്റ വർഷം കൊണ്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ അഭിമാനാർഹമായ നേട്ടമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയത്. ഒന്നല്ല, നിരവധി പദ്ധതികൾ ഇപ്പോഴും കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടിടങ്ങളായി, ഡിജിറ്റലൈസേഷനായി, ലാബായി, ലൈബ്രറിയായി, ഗ്രൗണ്ടുകളായി ഇന്ന് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന്, കേരളം നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും ജനങ്ങളും നേരിടുന്നതാണ് കുടിവെള്ള പദ്ധതി. സ്വാഭാവികമായിട്ട് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുക എന്ന് ചിന്തിച്ചപ്പോഴാണ് പോത്തുണ്ടി ഡാമിൽ നിന്നും കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 30 കോടി രൂപയ്ക്ക് യഥാർത്ഥത്തിൽ നെന്മാറ, പല്ലശ്ശേന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ച് അവിടെ ഫിൽട്ടർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ആ ഫിൽട്ടർ പ്ലാന്റ് ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ അയിലൂര്, മേലാർകോട് പഞ്ചായത്തുകളിലേക്കുൾപ്പെടെയുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് പിന്നീടാണ് ജലനിധി വന്നത്, ആ ജലജീവൻ മിഷൻ വന്നത്. ആ മിഷൻ്റെ ഭാഗമായി ഫണ്ട് കൂടെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈ നെന്മാറ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികളുടെ അടിസ്ഥാന തുടക്കം കുറിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇത് ഇന്ന് പൂർത്തീകരിച്ചോ? എന്നാൽ പൂർത്തീകരിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അടിയന്തരമായി 2 വർഷം 2025ഓടുകൂടി ജലജീവൻ മിഷനും അവസാനിക്കുകയാണ്. അതിനു മുൻപ് തന്നെ 10 പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന മാതൃകയ്ക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും ഈ കിഫ്ബി പദ്ധതി ഈ കേരളത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഹോസ്പിറ്റലുകളുടെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന നിലയിലല്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ളത്. ഇപ്പോൾ ചിറ്റൂരാണത് താലൂക്ക് ഹോസ്പിറ്റൽ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായി എങ്കിൽ പോലും നെന്മാറ CHSCക്കകത്ത് ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിലെ കിടത്തി ചികിത്സിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ളൊരു വലിയ മാറ്റം അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ നമ്മുടെ നെന്മാറ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഏകദേശം 100 കോടിയിലധികം രൂപയാണ് കിഫ്ബി പദ്ധതികൾക്ക് ആവശ്യമായ രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായ വയനാട് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രവും ടൂറിസം, കൃഷി, വാണിജ്യം എന്നീ മേഖലകളിൽ വലിയ സാധ്യതകളുള്ള കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലൂടെയാണ്. വയനാടിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൽപ്പറ്റ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടത്തിയ വികസന പദ്ധതികളിലൂടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. വൈത്തിരി താലൂക്കിൽ ഉൾപ്പെടുന്ന കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും കണിയാമ്പറ്റ, കോട്ടത്തറ, മേപ്പാടി, മുപ്പേനാട്, മുട്ടൽ പടിഞ്ഞാറത്തറ, പൊഴുതന, തരിയോട്, വെങ്ങപ്പള്ളി, വൈത്തിരി എന്നീ 10 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൽപ്പറ്റ നിയോജക മണ്ഡലം.
ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ തുരങ്കപാത ഉൾപ്പെടെയുള്ള മെഗാ പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമൂലമായ നവീകരണം, ആരോഗ്യ കായിക രംഗങ്ങളിലെ വലിയ മുന്നേറ്റങ്ങൾ, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന നൂതന സംരംഭങ്ങൾ, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കൽപ്പറ്റ സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരും കിഫ്ബി എന്ന കേരളത്തിന്റെ അഭിമാന വികസന മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. വയനാടിന്റെ ഭരണസിരാ കേന്ദ്രം എന്നതിലുപരി വികസനത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി കൽപ്പറ്റ മാറുന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടകയിലും പ്രകൃതി ദുരന്തമുണ്ടായി നിരവധി ആളുകൾ മരിച്ചപ്പോൾ പുലർച്ചെ അവിടെ ഓടിയെത്തിയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ചൂരൽമലയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് വലിയ രണ്ടാമത്തെ ശബ്ദമുണ്ടാകുന്നത്. ഡാം സൈസ് ദുരന്തം ഉൾപ്പെടെ ഉരുൾപൊട്ടലിനൊപ്പം വലിയ രീതിയിലുള്ള ആഘാതമുണ്ടായ ചൂരൽമല ടൗണിൽ, ആ ടൗണിനെയും അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയും യഥാർത്ഥത്തിൽ രക്ഷിച്ചത് കിഫ്ബിയുടെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടമാണ്. ആ കെട്ടിടം നൂറുകണക്കിന് മരങ്ങളും വൻ പാറകളെ ഉൾപ്പെടെ അവിടെ തടഞ്ഞു നിർത്തിയതുകൊണ്ടാണ് ചൂരൽമല ടൗണും അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിരവധിയായ വർക്കുകൾ എൻ്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി വയനാടിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ്. ആ കൽപ്പറ്റ ബൈപ്പാസ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. മേപ്പാടി ചൂരൽമല റോഡ് മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കിഫ്ബി പ്രവൃത്തിയാണ്. അതിന് സ്ഥലലഭ്യതയുടെ പ്രശ്നമുണ്ടായപ്പോൾ ആ സ്ഥലലഭ്യത അടക്കം ഉറപ്പുവരുത്തി അതിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത്തെ കിഫ്ബിയുടെ പ്രവൃത്തിയാണ് കൈനാട്ടി കമ്പളക്കാട് റോഡ്. ആ കൈനാട്ടി കെൽട്രോൺ വളവ് കമ്പളക്കാട് വരെ മാത്രമല്ല, അത് മാനന്തവാടി റോഡിലേക്ക് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൻ്റെ റീച്ച് വരെ പൂർത്തീകരിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പൂർത്തീകരിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ വികാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ വികാസം, സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ നാഷണൽ ഹൈവേ ബൈപ്പാസ്, പ്രധാന ടൂറിസം റോഡായിട്ടുള്ള മേപ്പാടി ചൂരൽമല റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വൈകിപ്പോകുന്ന ചില പദ്ധതികളുണ്ട്. അതിലൊന്നാണ് കൽപ്പറ്റ വാരാമ്പറ്റ റോഡ്. അതിൻ്റെ BCയും അതുപോലെ ഷോൾഡർ പ്രൊട്ടക്ഷൻ, അതുപോലെ സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ കിഫ്ബി സ്വീകരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ജില്ലാ സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ ഗവൺമെൻറ് സ്റ്റേഡിയവും, ഈ രണ്ട് സ്റ്റേഡിയവും വയനാടിൻ്റെ കായിക വികാസ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുകയാണ്. തീർച്ചയായും ഈ സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, റോഡുകൾ തുടങ്ങി അതിപ്രധാനമായിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് കോഫി പാർക്കാണ്. വയനാടൻ റോബസ്റ്റ കോഫിയുടെ കോഫി പാർക്ക്. അത് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് തലത്തിലേക്ക് ഉയർത്താൻ വയനാടൻ കോഫിക്ക് ഒരു പുതിയ അവസരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല.
തീർച്ചയായും അടിസ്ഥാന വികസന പ്രവർത്തനം നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഭാവമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ലൂസിങ് ഫാക്ടർ എന്നുള്ളത്, മിസ് ചെയ്യുന്ന ഘടകം എന്നുള്ളത്. തീർച്ചയായും കിഫ്ബിയുടെ ഇടപെടലും കിഫ്ബിയുടെ പ്രയാണവും ഉപകരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ചാലിയാറിനാൽ അനുഗ്രഹീതമായ ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ഏറനാട് നിയോജക മണ്ഡലത്തിലൂടെയാണ്. അരീക്കോട്, എടവണ്ണ, കീഴുപറമ്പ്, ഊർങ്ങാട്ടിരി, കാവന്നൂർ, ചീക്കോട്, കുഴിമണ്ണ എന്നീ 7 പഞ്ചായത്തുകൾ ചേർന്നാണ് മലപ്പുറം ജില്ലയിലെ തന്ത്രപ്രധാനമായ ഏറനാട് നിയോജക മണ്ഡലം. മലയോര മേഖലയുടെ തനിമയും കാർഷിക സംസ്കൃതിയും ചാലിയാർ പുഴ നൽകുന്ന ജീവനും ഈ നാടിന്റെ പ്രത്യേകതകളാണ്. എന്നാൽ മലയോര മേഖല എന്ന നിലയിലും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യകതകൾക്കനുസരിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ മണ്ഡലത്തിന് ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഗതാഗതം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലെ ഈ ആവശ്യകതകൾ കൃത്യമായി മനസ്സിലാക്കിയാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ ങ്ങൾ നൽകിയ കിഫ്ബിയും ഏറനാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിപ്ലവം രചിക്കുന്നത്. വിദ്യാഭ്യാസം, ഗതാഗതം, ജലവിഭവം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലായി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ പദ്ധതികൾ ഏറനാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുകയാണ്. ഏതൊരു നാടിന്റെയും ഭാവി നിക്ഷേപം അവിടുത്തെ വിദ്യാലയങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നത് ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബിയിലൂടെ സർക്കാർ നടപ്പിലാക്കിയ വലിയ മാറ്റം ഒരു വിപ്ലവം തന്നെയായിരുന്നു. അതിന്റെ ഏറ്റവും മികച്ച പ്രതിഫലനം ഏറനാട് നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വെറും കെട്ടിടങ്ങൾ മാത്രമായിരുന്നില്ല. പഴയ സൗകര്യങ്ങൾ കുറഞ്ഞ ക്ലാസ് മുറികൾക്ക് പകരം സ്മാർട്ട് ബോർഡുകളും ലാപ്ടോപ്പുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളുമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ വന്നു. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, പുസ്തകങ്ങൾ നിറഞ്ഞ ലൈബ്രറികൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, മികച്ച അടുക്കളകൾ, ഡൈനിങ് ഹാളുകൾ, സുരക്ഷിതമായ ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള അന്തരീക്ഷം നൽകി. അവരുടെ പഠനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുവാനും പൊതുവിദ്യാലയങ്ങളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനും ഇത് സഹായിച്ചിട്ടുണ്ട്. തീർത്തും ഈ ഏറനാട് മണ്ഡലം, ഞങ്ങളടക്കം ഉൾക്കൊള്ളുന്ന ഏറനാട് മണ്ഡലത്തിൻ്റെ വികസനപരമായ കാര്യങ്ങളടക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ പുരോഗതിയാണ് ഈ കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടൽ ഒരുപക്ഷെ അന്ന് പ്രൈവറ്റ് സ്കൂളുകളടക്കം ശരണം പ്രാപിക്കേണ്ടുന്ന, അതുപോലെ തന്നെ ഉന്നതമായ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത് എങ്കിൽ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നം എന്ത് എന്ന് മനസ്സിലാക്കി. അതിൽ പ്രധാനമായിട്ടും 1 കെട്ടിടങ്ങളുടെ അഭാവം, 2 അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള അക്കാഡമിക് സൗകര്യങ്ങൾ എന്നുള്ള നിലയിൽ അതുണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയുന്നത്, ആരെന്തൊക്കെ തന്നെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഈ മാറ്റം വരുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനാവശ്യമായുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി കിഫ്ബി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്കാണ് കേരള ഗവൺമെൻറ് തുടക്കം കുറിച്ചത്. കിഫ്ബിയിൽ നിന്നും കണ്ടമാനം പണം വായ്പ എടുത്തുകൊണ്ട് അടിസ്ഥാനപരമായി വരുത്തേണ്ട മാറ്റങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
തയ്യാറായി. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം നിർമ്മാണം എന്ന നിലയിൽ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. വിദ്യാലയങ്ങളെ കൂടാതെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി നവീകരിച്ച റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾ, ദാഹമകറ്റാൻ ശുദ്ധജലം എത്തുന്ന വീടുകൾ, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, പുതിയ തൊഴിൽ സാധ്യതകളിലേക്ക് ഇറങ്ങുന്ന യുവജനങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു ഏറനാടിനെയാണ് കിഫ്ബി പദ്ധതിയിലൂടെ സർക്കാർ വാർത്തെടുത്തത്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വെറും കെട്ടിടങ്ങളോ റോഡുകളോ പൈപ്പുകളോ മാത്രമല്ല. അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെയും മികച്ച ഗതാഗതത്തിലൂടെയും കുടിവെള്ള ലഭ്യതയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും നൈപുണ്യ വികസനത്തിലൂടെയും ഏറനാടിന്റെ സമഗ്രമായ വളർച്ചയാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗം എന്നുള്ള നിലക്ക് ഇവിടെയുള്ള PHCകൾ പഴയ കാലത്ത് അവിടെ ഡോക്ടർമാർക്ക് ഇരിക്കാൻ മേശയില്ല, കസേരയില്ല, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ആരോഗ്യരംഗത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ള നിലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ അതിന് കെട്ടിടമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമാണ് ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത് കൊഴിമണ്ണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് ജില്ലയിൽ തന്നെ എണ്ണപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ ഊർങ്ങാട്ടിയിൽ പോർത്തിക്കൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നേരത്തെ ഒരൊറ്റ മുറി എന്നുള്ള നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഈ ഊർങ്ങാട്ടി PHCക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അതിനടക്കം കെട്ടിടം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഏറ്റവും വലിയ സൗകര്യപ്രദമായ നിലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കാനും തുടർന്ന് അതിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറ്റിയെടുക്കാനും വേണ്ടി കഴിഞ്ഞു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.